ഈ ബിസിനസിന്റെ സാധ്യതകളോ അതിന്റെ അനന്തമായ സാധ്യതകൾ ഭാവിയിൽ നടത്തുന്ന ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പഠിച്ചുകൊണ്ടായിരിക്കില്ല നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇനി വിദ്യാഭ്യാസ അഭ്യസ്ത വിദ്യയുടെ കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ബിലീഫ് എന്നുള്ളത്, വിശ്വാസം. വിശ്വാസമാണ് നമുക്ക്. നമ്മുടെ ഈ കമ്പനിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. 100% വിശ്വാസം ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാക്കുകൾ ഇടറും. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്വാസം, ബിലീഫ് എന്നൊരു വാക്ക് നാം തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് ഒറ്റ ഉത്തരം എന്നുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണ്. നാം നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നാം തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു സ്ഥാപനത്തെ നാം തിരഞ്ഞെടുക്കുമ്പോൾ നാം ആ സ്ഥാപനത്തെ കുറിച്ച് പഠിക്കും, അവിടുത്തെ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കും, അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പഠിക്കും, അവിടെ നൽകുന്ന പ്രൊവൈഡ് ചെയ്യുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കും, അവിടുത്തെ ആ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കും. ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഒരു കുട്ടിയെ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതിന്റെ സകലമാന സംവിധാനങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേയാണ് നമുക്ക് അതിനോട് വിശ്വാസത ഉണ്ടാവുക. ഈ കമ്പനിയുടെ സിസ്റ്റത്തെ കുറിച്ചോ അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അത് എന്നാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് ഇതിനെ തുടക്കം കുറിച്ചത്, ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മോട് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പതറാറാണുള്ളത്. നാം ഒരു കമ്പനിയെ കുറിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനി ആരുണ്ടാക്കി, അതുപോലെ തന്നെ ആ കമ്പനിയെ കുറിച്ച് അറിയണം, അതിന്റെ പ്ലാനിനെ കുറിച്ച് അറിയണം, കമ്പനിയുടെ വിഷൻ, അതിന്റെ മിഷൻ, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിലാണ് ഇനിയുള്ളൊരു തലമുറ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞു ബിലീഫ് വേണം, ബിലീഫ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരാളോട് ഇതിനെ കുറിച്ച് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ empowering people to enhance their lifestyle by helping them to achieve their ambition in life that is where എന്നാണ്. അതായത് കമ്പനിയുടെ ഓരോ വ്യക്തികളുടെ ജീവിത അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടിയുള്ള എംപവറിങ് കഴിവുകളെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ ദർശനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ദൗത്യം, മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായി പാവപ്പെട്ട ജനങ്ങളെ സാമ്പത്തിക നിലവാരമുള്ള ഉന്നത ജനങ്ങളാക്കി തീർക്കുക എന്നുള്ളതാണ്. ഒന്നുമല്ലാത്തവർ എന്തെങ്കിലും ആക്കി തീർക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ കമ്പനി തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ കമ്പനിയുടെ സ്ഥാപകന്മാർ നമുക്ക് പ്രധാനപ്പെട്ടത് പലപ്പോഴും എന്റെ അറിവിൽ ഇല്ലായ്മ എന്നുള്ളതാണ്. കമ്പനിയുടെ സ്ഥാപകന്മാരെ കുറിച്ചിട്ട്, ആര് സ്ഥാപിച്ചു, അവരുടെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട്. മാർവാഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മാർവാഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ബിസിനസിന്റെ പാരമ്പര്യ ഒരു ടീമാണ്. ഒരിക്കലും ഒരു പാരമ്പര്യമില്ലാത്തൊരു ടീമല്ല ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ബിസിനസിന് പാരമ്പര്യമുള്ള ഒരു ടീമാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇരുമ്പ് വ്യവസായത്തിൽ ഇരുമ്പ് ഫാക്ടറിയിൽ വിജയിച്ചൊരു ടീമാണ് മാർവാഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഒരു കാലഘട്ടത്തിൽ ഇരുമ്പ് ഉൽപാദന മേഖലയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സതേൺ റെയിൽവേ, അതുപോലെ തന്നെ നമ്മൾ ഹുണ്ടായി കാർ, ഇതിനൊക്കെ വേണ്ടി ഇരുമ്പ് നൽകിയ ഒരു വിഭാഗമാണ് നമ്മളെ മാർവാഡീസ് ഗ്രൂപ്പ്. ആ മാർവാഡീസ് ഗ്രൂപ്പാണ് നമ്മുടെ ഈ കമ്പനിക്ക് നേതൃത്വം നൽകുന്നുള്ളത്. അപ്പൊ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് സിസ്റ്റം അത്രയും സെറ്റപ്പാണ്. കാരണം ബിസിനസ് ഇന്ത്യയിൽ വളർത്തി വിജയിച്ച ഒരു ടീമാണ് നമ്മൾ കമ്പനിക്ക് നേതൃത്വം നൽകുന്നതാണ്. മറ്റൊന്നാണ് ഈ കമ്പനി 2013 നമ്മൾ ഈ കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് തുടക്കം കുറിച്ച് ഇന്ന് 12 വർഷത്തിലേക്കാണ് കമ്പനി പിന്നിട്ടിട്ടുള്ളത്. ആ കമ്പനി അന്ന് 2013 കോടികളാണ് ഈ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കോടികൾ, 1-2 കോടികൾ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. എന്ത് മേഖലക്കാണ്? ഡയറക്റ്റ് സെല്ലിംഗ് മേഖല. ആ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ അവർ തെരഞ്ഞെടുത്തിട്ടുള്ള ഒന്നാണ് വെൽനെസ് എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ടാറ്റയെ പോലെ, ഇന്ന് ഇരുമ്പുൽപാദന മേഖലയിലുള്ള കഴിവുള്ള ടാറ്റയെ പോലെ, അന്നുള്ള ആ കമ്പനി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലക്കാണ്.
ഡയറക്റ്റ് സെല്ലിംഗ് മേഖലക്ക് പോരാത്തതിന് വെൽനസ് മേഖലയാണ്. ഇവിടെ ഇന്ത്യയിൽ ഏതൊക്കെ ടീം ഭരിച്ചിട്ടുണ്ട്? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് ഇരുമ്പ്, പിൻകാലത്ത് പ്ലാസ്റ്റിക്, അത് ഇലക്ട്രോണിക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ. ഇന്നിപ്പോ ഒരു AI കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഓരോ സാധനങ്ങളും ഭരിക്കുക. ആദ്യമുള്ളത് കൃഷിക്കാരായിരുന്നെങ്കിൽ പിൽക്കാലത്ത് വ്യവസായികളാണ്. നമ്മുടെ ഈ കച്ചവടം എന്നുള്ളത് മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ എല്ലാം കച്ചവടത്തിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കമ്പനി വെൽനസ് മേഖല എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ആ വെൽനസ് മേഖലയിൽ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഇൻവെസ്റ്റ് മേഖല എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിച്ചിട്ട് മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വെൽനസ് മേഖലയാണ് ഏറ്റവും നല്ല സ്കോപ്പുള്ള സാധ്യതയുള്ള ബിസിനസ് മേഖലയായിട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുന്ന മാനേജ്മെന്റ് കോടികൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരാളും വെറുതെ കോടികൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇനി അടുത്ത രണ്ടാമതായി അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ ഇതിന്റെ സയന്റിസ്റ്റ് മേഖലയാണ്. സയന്റിസ്റ്റ് മേഖല നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ഭാഗ്യത്തിൽ ഇതിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നമ്മുടെ സയന്റിസ്റ്റുകൾ കോടികൾ മറ്റൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത മറ്റു മേഖല സയന്റിസ്റ്റുകൾ ഡോക്ടർ DBA നാരായണ. ആരാണ് ഡോക്ടർ DBA നാരായണ? വെറുതെ ഉണർവ് കിട്ടിയ ഒരു വൈദ്യനോ ഒരു ഡോക്ടറോ എന്നല്ലല്ലോ. DBA അനന്ത നാരായണ എന്ന് പറഞ്ഞാൽ 50 കൊല്ലത്തോളം പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, ലോകത്ത് അറിയപ്പെട്ട ഒരു സയന്റിസ്റ്റ്, യൂണിലിവറിന്റെ സ്ഥാപകൻ, ഡയറക്ടർ, അതുപോലെ തന്നെ എക്സ്പെർട്ട് മെമ്പർ ഓഫ് സയന്റിഫിക് പാനൽ ഓഫ് FFSA. ഡാബർ എന്ന കമ്പനി നമ്മൾ കാണും. ഡാബർ എന്ന പ്രൊഡക്റ്റ് എന്റെ അടുത്തുമ്പോൾ ഡാബറിന്റെ ഒരു പ്രൊഡക്റ്റ് കിടക്കുന്നുണ്ട് ഈ റൂമിൽ. ഈ സാധനം പ്രൊഡക്റ്റിന്റെ കമ്പനിയെ ഈ നിലയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയുടെ പേരാണ് DBA നാരായണ എന്നുള്ളത്. അതുപോലെ തന്നെ APA കമ്മിറ്റി മെമ്പർ, മെനി അവാർഡ്സ് ഇൻ കോൺട്രിബ്യൂട്ടഡ് ടു മെനി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പല പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണ്? ഈ ആയുർവേദത്തിന് മേലെ പുസ്തകം രചിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടാൻ പറ്റുന്ന ആയുർവേദ ആചാര്യൻ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആയുർവേദ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്ടറാണ്, ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയ വ്യക്തിയാണ്, ഒരുപാട് കമ്പനി എക്സ്പീരിയൻസ് ഉണ്ട്. ഡാബർ കമ്പനി നിലയിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. ആ കമ്പനി നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് വെറുതെയല്ല. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളെ കളിക്കാരൊക്കെ കാണും, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, ഇവരൊക്കെ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 2 വർഷം 5 വർഷം അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഈ DBA നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി കമ്പനി ജോയിൻ ചെയ്തിട്ടുള്ളത് ലൈഫ് ടൈമാണ്. ജീവിതകാലം മുഴുവനാണ് നമ്മുടെ കമ്പനി അദ്ദേഹം അംഗത്വം നേടിയിട്ടുള്ളത്. അതായത് ഇങ്ങനെ ബെറ്റർ ക്വാളിഫിക്കേഷൻ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു കമ്പനിയിൽ സ്ഥിരമായി ഏറ്റെടുക്കൂല എന്നാണ്. എന്നാൽ ഇവർ ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനിയുടെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ DBA അനന്തനാരായണനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ KK രാജേഷ് എന്ന് പറയുന്നു, നമ്മുടെ കമ്പനിയുടെ മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ CEO, 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സ്ഥാപകനാണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ CEO. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പഠിച്ചാൽ ഇന്ന് നമ്മുടെ പെരിയില് ഇപ്പൊ നമ്മൾ കമ്പനി ഏറ്റെടുക്കുന്നവർക്ക് നമ്മുടെ പെരിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സാധനങ്ങളാണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സാധനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ലക്സ് സോപ്പ്, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സകലമാണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പ്രൊഡക്റ്റുകൾ കുറിച്ച് അടിക്കുകയാണെങ്കിൽ അത്തരം ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സാധനങ്ങൾ അതിന്റെ ഉത്പാദിപ്പിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ കമ്പനിയുടെ CEO, ഏറ്റവും ഉയർന്ന ലെവലിൽ നിന്ന് KK രാജേഷ് എന്ന വ്യക്തി, 26 ഇയേഴ്സിന്റെ അത് കൊല്ലത്തിന്റെ കോപ്പറേറ്റീവ് എക്സ്പീരിയൻസ് ഇല്ല, ഇന്റർനാഷണൽ ട്രെയിനറാണ്. ആയുർവേദത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ് KK രാജേഷ്. അതുപോലെ തന്നെ ഡാബറിന്റെ മുൻ ഡയറക്ടറാണ്. ഇങ്ങനെ ഉള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ KK രാജേഷ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇതാണ് ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സ്ഥാപകന് ഡയറക്ടർ മനുഷ്യൻ നമ്മുടെ കമ്പനിയിൽ ലൈഫ് ടൈം ജീവിതകാലാണ്. 5 കൊല്ലത്തിനോ 10 കൊല്ലത്തിനോ കാലാകാലം അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഡോക്ടർ KC ഗൗഡൻ. ആരാണ് KC ഗൗഡൻ എന്ന് പഠിച്ചാൽ ഫെയർ ആൻഡ് ലവ്ലി എന്ന ബ്രാൻഡ് പരസ്യത്തിൽ കാണാൻ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഈ നിലയ്ക്ക് എത്തിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് KC ഗൗഡൻ എന്നുള്ളതാണ്. 45 കൊല്ലത്തെ എക്സ്പീരിയൻസ്, 45 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. അതുപോലെ തന്നെ ഡോക്ടറാണ്, ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ ഇതിന്റെ എന്താണ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 വ്യക്തിനെ കുറിച്ച് നമ്മളെ നാരായണ സാറിനെ കുറിച്ചും രാജേഷ് സാറിനെ കുറിച്ചും ഗൗഡൻ സാറിനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റുകളാണ്. നമ്മൾ DBA നാരായണനെ കുറിച്ച് ലോകത്തിന് ഏറ്റവും അറിയപ്പെട്ട ഒരു സയന്റിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം.
ഇവരൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ ഒപ്പിട്ടിട്ടുള്ളത്. എങ്ങനെ ഒപ്പിട്ടിട്ടുണ്ട്? ജീവിതകാലം മുഴുവനായിട്ട് ഒപ്പിട്ട ഒരു വ്യക്തിയാണ് ഇവരെല്ലാം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, കമ്പനിക്ക് വെച്ചിട്ടില്ല, ഇവർക്കും വെച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനി ജോലി ജീവിതകാലം നമ്മൾ ഒപ്പിടുമോ? നമ്മളിങ്ങനെ ചുരുങ്ങിയ ഒരു 5 കൊല്ലം, ഒരു 3 കൊല്ലത്തിന് വേണ്ടി ഒപ്പിടും. കാരണം കമ്പനിന്റെ പോക്ക് ഇങ്ങോട്ട് അറിയില്ല. ചിലവ് പൊട്ടിപ്പോയാലോ, ആ സ്ഥാപനം കൂട്ടിപ്പോയാലോ, മാനേജ്മെന്റ് നമ്മൾ എതിർത്താലോ, അങ്ങനെ പല ആശങ്കകളും കൂടി നമ്മൾ ഒരിക്കലും ഒരു കമ്പനി സ്ഥിരമായി നമ്മൾ ഒപ്പിടൂല. ഇനി ഇവിടെ ഓരോ ഒപ്പിട്ടിട്ടുള്ളത് സ്ഥിരമായി ജീവിതകാലം മുഴുവൻ ലൈഫ് ടൈം ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ മനുഷ്യന്മാർ ഒരിക്കലും അങ്ങനെ ഒപ്പിടൂല. അവർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കമ്പനിയുടെ മനസ്സിലാക്കണം, കമ്പനി മനസ്സിലാക്കണം. കാരണം ഇനി ഒരു കാലം ഈ ലോകത്ത് ഭരിക്കാൻ പോകുന്നത് വെൽനെസ് മേഖലയാണെന്ന് വ്യക്തമായി പഠിച്ചിട്ടാണ്. നമ്മൾ ആരും പഠിച്ചിട്ടായിരിക്കില്ല വരിക. ഇന്ന് ഈ ലോകത്ത് ഇനി വെൽനെസ് മേഖല ഭരിക്കും, ഇന്ത്യയിൽ വെൽനെസിന്റെ സാധ്യത ഉണ്ടെന്ന് വ്യക്തമായി പഠിച്ചിട്ടായിരിക്കും ഈ ബുദ്ധിജീവികളായ പോലെ ഇറങ്ങുക. അല്ലാത്ത ഒരു മനുഷ്യനക്ക് ഇത് ഇറങ്ങാൻ സാധിക്കില്ല. നമ്മൾ ചിന്തിക്കണം, ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ജീവിതകാലത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, കമ്പനി അവർക്ക് കോടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കമ്പനിക്ക് തെറ്റിയിട്ടില്ല, അതിന്റെ മാനേജ്മെന്റിനും തെറ്റിയിട്ടില്ല, സാർമാർക്കും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എത്തിപ്പെട്ട മേഖല അത്രയും വലിയ സംഭവമാണ്. പിന്നെ നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ പെരിയിൽ ഉപയോഗിക്കണം, പ്രസവിച്ചാൽ കിടക്കുന്ന ബൂസ്റ്റ് കൊടുക്കും, ഹോർലിക്സ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ പെരിയിൽ ഉപയോഗിക്കുന്ന ഇന്ദിരാഗ സോപ്പ്, നമ്മളെ മറ്റേ പിന്നെ വാസിലീന്, ഡോവ്, ലെക്സ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെതാണ്. ഹിന്ദുസ്ഥാൻ ലിവർ ആരാണ്? ഹിന്ദുസ്ഥാൻ ലിവറിന്റെ നേതാക്കന്മാര്. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാനാണ് നമ്മൾ തോന്നിയാലും ഹിന്ദുസ്ഥാൻ ലിവറിന്റെ അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത്, ഫൗണ്ടേഷൻ കിടക്കുന്നത് ബ്രിട്ടനിലാണ്. ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ ലിവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ ലിവറാണ്. ഓരോ രാജ്യത്തും അതിന്റെ പേര് മാറ്റും. അതായത് ഇതിനൊക്കെ മൂലധനം എത്തിപ്പെടുന്നത് ബ്രിട്ടനിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും നമ്മുടെ രാജ്യത്തിന് വരുമാനം കിട്ടുന്നില്ല. ഇതെല്ലാം കൊണ്ടുപോകുന്നത് ബ്രിട്ടനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിൽ ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ല. കാരണം ഇന്നും അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ മൂലധനം പൈസ പോകുന്നത് അവിടേക്കാണ്. എന്നാൽ നമ്മുടെ കമ്പനി ലൈഫ് സ്റ്റൈൽ കമ്പനി ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഇതിന്റെ പൈസ കിട്ടുന്നതും ഇന്ത്യക്കാണ്. പ്രിയമുള്ളവർ, നമ്മുടെ കമ്പനി 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവമായി നാം കാണേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്, നമ്മൾ പറയുന്നു ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് നമ്മുടെ അയൽവാസിനെ പരിചയപ്പെടുത്തി. ഒരാളോട് പരിചയപ്പെടുത്തുന്നത് നമ്മളെ പ്രൊഡക്റ്റ് ആണ്, ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ പോലും പറയും ഇതിപ്പോ എല്ലാവർക്കും കിട്ടൂലേ. അപ്പൊ ഇതെന്താണ് തിരിച്ചും ചോദിച്ചു, എന്താണ് ആയുഷിന്റെ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു, നമ്മൾ എന്താ ഉത്തരം പറയാ? പലപ്പോഴും നമ്മളൊക്കെ പെട്ടുപോകുന്നതാണ് ആയുഷിന്റെ. എല്ലാവരും പറയും ഇപ്പൊ എല്ലാവർക്കും കിട്ടൂല എന്ന് പറയും. എന്നാൽ ആയുഷിന്റെ സർട്ടിഫിക്കറ്റുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ, കമ്പനി ഉത്പാദിപ്പിക്കണമെങ്കിൽ എങ്ങനെ കിട്ടുക? അതിനെ കുറിച്ചിട്ട് വെറുതെ കിട്ടൂല. എന്നാൽ ഇതിന് മനസ്സിലാക്കേണ്ടത്, ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻ ഇല്ലതാണ് ആയുഷ് എന്ന് പറഞ്ഞാൽ. ലോകത്തിന്റെ എവിടേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇന്ത്യനെ എവിടേക്കും കൊണ്ടുപോയാൽ ഒരാളും ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ്. അത് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്യുന്ന സൂപ്പർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ അടയാളം എന്നത്. ഇത് കിട്ടണമെങ്കിൽ GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ അവരുടെ ഉൽപ്പന്നങ്ങൾ ആയുഷ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളൂ. അതാണ് GMP. രണ്ടാമതായി പറയുന്നത് ഈ ഉൽപ്പന്നങ്ങൾ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു കവചപ്രാശത്തിൽ ഉപയോഗിക്കുന്ന സാധനം നെല്ലിക്കാണ് വിചാരിക്കുക. ആ നെല്ലിക്ക എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഈ കമ്പനിയിൽ ഈ പ്രൊഡക്റ്റ് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇതിന്റെ അടിസ്ഥാനം ഫൗണ്ടേഷൻ എവിടെ എന്നുള്ളത് ആരറിയിക്കണം? WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയിക്കണം. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണം. അതുപോലെ തന്നെ ഇത് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഈ കമ്പനിയെ കുറിച്ച് പഠിക്കണം. ഇപ്പൊ ഞാനൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, ആ കമ്പനി അറിയിച്ചാൽ, നമ്മളെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യനെ അറിയിച്ചാൽ, ഇവർ പരിശോധിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് ആരോഗ്യ സംഘടന അംഗീകരിക്കുന്നുണ്ടോ, അത് ഇവർ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തെ കുറിച്ചിട്ട് ഇവർ പഠിക്കും. ആ പഠിച്ച കമ്പനി ആണെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ യോഗ്യതയുള്ളൂ. അതുപോലെ തന്നെ
ഒരു ഫയൽ നമ്മൾ അപേക്ഷിച്ചു, ഞങ്ങൾക്ക് ആയുർസിന്റെ സർട്ടിഫിക്കറ്റ് വേണം, നമ്മൾ കമ്പനിയെ കുറിച്ചൊക്കെ പഠിച്ചു, അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ നോക്കണമെന്നാണ് മൂന്നാമതായി ഈ ഉൽപ്പന്നം 3 ബാച്ച് ഇറങ്ങണം. ഒരു പ്രൊഡക്റ്റ് കവചപ്രാശാണെങ്കിൽ കവചപ്രാശത്തിന് 3 ബാച്ച്, 3 മാസം എന്നല്ല, 3 പ്രൊഡക്റ്റ് എന്നല്ല, 3 ബാച്ച് ഈ സാധനങ്ങൾ ഇറങ്ങണം. 3 ബാച്ച് സാധനം ഇറങ്ങിയതിനു ശേഷം ഒരു പ്രൂവ് ചെയ്യും. നാലാമതായി പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പല രാജ്യത്തിനും ഈ സാധനങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കി, ഈ പ്രൊഡക്റ്റ് ഇറക്കിയ സാധനങ്ങൾ പല പല ഭാഗത്തിൽ നിന്നും എന്താണ് ഒരുമിച്ച് കൂട്ടും. ഇപ്പൊ കവചപ്രാശാണെങ്കിൽ ആ കവചപ്രാശത്ത് പല രാജ്യത്തിനും ഈ ടീം ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം ഇവ 3ഉം ഒരേപോലെയാണോ, അതായത് കവചപ്രാശത്തിന്റെ ഒരു ഇതിൽ ക്വാളിറ്റി കുറവുണ്ട്, മറ്റൊരു ക്വാളിറ്റി കുറവ് കമ്മിയുണ്ട്, കൂടുതലുണ്ട്, അതൊന്നുമില്ല, എല്ലാം തുല്യമാണെന്ന് ഇവര് വ്യക്തമായി പരിശോധിച്ചും ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിന് സമ്മതം കൊടുക്കുക. അതുപോലെ തന്നെ അപ്പൊ നമ്മള് ഒരു കാര്യത്തിന് എങ്ങനെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം, കഫ്നീലാണെങ്കിൽ ആ കഫ്നീൽ ഇത്ര അളവിലുണ്ട്, വെഡ്ഹാർട്ടിൽ ഉലുവ ചേർക്കണമെങ്കിൽ ഇത്ര അളവുണ്ട്, ആ അളവ് കൃത്യമാണോ, ഇതൊരു മനുഷ്യന് പറ്റുമോ, ഇതിനെ കുറിച്ച് വ്യക്തമായി ആര് പഠിച്ചും നമ്മൾ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പഠിക്കും. ആ പഠിച്ചതിന് ശേഷമാണ് എന്ത് കൊടുക്കുക, ഉറപ്പ് കൊടുക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട സാധനം, ഇന്ന് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ ആവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കമ്പനി വീണ്ടും ഉത്പാദിപ്പിക്കുന്നു, അടുത്ത റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒരാൾ മണ്ടി ചെന്നാൽ, ഒരു കമ്പനി ഉണ്ടാക്കി ചെന്നാൽ കിട്ടുന്ന ഒന്നല്ല ആവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ്. ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒന്നാമതായി പറഞ്ഞ GMP ഇത് വേണം. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള കമ്പനി ആയിരിക്കണം ഇതെവിടെ ഉത്പാദിപ്പിക്കും. അതായത് രാസവളങ്ങൾ അതുപോലെ തന്നെ കീടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടൊക്കെ വ്യക്തമായി പഠിക്കും. ഒരു സാധാരണ ഒരു ചെടിയാണെങ്കിലും ഒരു ഔഷധമാണെങ്കിലും അതിനെ കുറിച്ച് പോലും പഠിക്കും. എന്നിട്ട് തന്നെ അതാക്കുക. പിന്നെ 3 ബാച്ച് പുറത്തിറങ്ങണം. 3 ബാച്ചിന്റെ സാമ്പിളുകളും തുല്യമായിരിക്കണം. അതുപോലെ തന്നെ ലോകത്തിന് ഇതിന്റെ ചേർത്ത് ഇൻഗ്രീഡിയൻസ്, അതായത് അതിന്റെ ഓരോ കണ്ടന്റും എത്രത്തോളം ഇത്ര അളവാണെന്ന് നമുക്കറിയാം. ആ അളവ് ഉണ്ടോ എന്നൊക്കെ വ്യക്തമായി പരിശോധിച്ച ശേഷം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരാണ് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. ഈ ഒരു പുതിയ ബാച്ച് ഇറങ്ങുമ്പോൾ അതേപോലെ വേണം. ചുരുക്കത്തിൽ പറഞ്ഞ കമ്പനി വെറുതെ കിട്ടുന്നില്ല ആയുഷിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് നമ്മളൊരു ജനങ്ങളോടാൾ പറഞ്ഞു, ഇങ്ങനെ ഇത് കിട്ടുക പറഞ്ഞു കൊടുത്താൽ ഒരൊക്കെ ഇത് സ്വീകരിക്കും. കാരണം ഇത് വെറുതെ ഒന്നല്ലല്ലോ. നമ്മളെ കമ്പനി കോവിഡ് സമയത്ത് പറഞ്ഞിട്ട് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിരന്തരം നമ്മളെ കമ്പനിയെ മനസ്സിലാക്കണം, നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കമ്പനിയെ മനസ്സിലാക്കണം. നിരന്തരം ഇങ്ങനെ ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയൊരു കമ്പനി ഉണ്ടെങ്കിൽ MLA സ്റ്റൈലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനി ഇവിടെ തുടക്കത്തിൽ 2013 ഇറങ്ങുമ്പോൾ 6 പ്രൊഡക്റ്റാണ് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഒരു കമ്പനി ഇറങ്ങുമ്പോൾ 6 പ്രൊഡക്റ്റുമായി കിട്ടി നമ്മൾ എവിടെ കിട്ടിയിട്ടുള്ളത്? 6 പ്രൊഡക്റ്റ്. ഇന്ന് നമ്മൾ ഈ സമയത്ത് നിൽക്കുമ്പോൾ 26ലേറെ പ്രൊഡക്റ്റിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. 26 പ്രൊഡക്റ്റിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരളത്തിൽ ഒരു ആയുർവേദത്തിന് ടീമിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ ഉന്നത മാധ്യമങ്ങൾ വാർത്തയായി വൺ ബിൽഡപ്പായി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അഭിമാനിക്കേണ്ടത് ബാക്കി 25 കിട്ടി 26 കിട്ടി നമ്മൾ ഒരിക്കലും നമ്മളെ കമ്പനിയെ കുറിച്ച് അഭിമാനിക്കുന്നില്ല. കാരണം നമുക്കറിയില്ല, നമ്മൾ അഭിമാനിക്കുന്നില്ലാത്ത അറിയില്ല. ഒരു വാർത്തയിലൊക്കെ വന്നതായി 150 വർഷത്തെ പാരമ്പര്യമുള്ള ആയുർവേദത്തിന് മണ്ണിൽ ജയിച്ചുമ്പോൾ അവർക്കത് കിട്ടിയിട്ടില്ല. കാരണം കുറച്ച് കുറുന്തോട്ടിയോ അങ്ങനെ ഇതല്ലല്ലോ. ഇത് എന്താണെന്ന് ഇൻഗ്രീഡിയൻസ് വ്യക്തമായി കുറിച്ച് കിട്ടിയ സാധനമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഈ ആവശ്യത്തിന്റെ ക്വാളിറ്റി ഇതന്നെ പഠിക്കണം. ഇത് പഠിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞാൽ ആരോ വാങ്ങാത്തത്, ഇത് കിട്ടുമെന്നുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇതാവും. പലരും പറയും ഇത് വെറുതെ കിട്ടണമെന്ന് പറയും. ഇത് നമ്മൾ വ്യക്തമായി അവർക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മളൊക്കെ സൂമിലുണ്ട്. ഈ സൂം ഒരു 40 ക്ലാസ് 30 ക്ലാസ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത് നമ്മൾ തീരുമാനിക്കണം. ഇത്രയും സൂം ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ബിസിനസ്സിൽ മാറ്റമുണ്ടോ? ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഐഡിയ എടുത്തേക്കുന്നത്, ലീഡർ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിജയിക്കാത്തത് എന്താണ് നമ്മൾ ഉള്ളിൽ ചിന്തിക്കണം. എന്താണ് ചിന്തിക്കാത്തത് വെച്ചാൽ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഉത്തരം ഞാൻ വിജയിക്കണില്ല മനസ്സിലാക്കി നമുക്ക് പോരായ്മകളുണ്ട് മനസ്സിലാക്കണം. ആ പോരായ്മയിൽ പെട്ട ഒരു പോരായ്മയാണ് ഈ ബിസിനസ് എനിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ലീഡർക്ക് വേണ്ടിയിട്ടല്ല. ഇത് ലീഡർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്താൽ ഞാൻ വിജയിക്കില്ല. കാരണം ഇന്ന് ലീഡർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, ലീഡർ സൂം ക്ലാസ് കേൾക്കുന്നുണ്ടോ, ലീഡർ മറ്റേ GTSനെ പങ്കെടുക്കുന്നുണ്ടോ, ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ലീഡർ ഇപ്പൊ എന്താ പരിചയപ്പെട്ടുകൊണ്ടാണ് ഈ ബിസിനസ് കിട്ടിയിട്ടുള്ളത്. ലീഡർ കിട്ടിയിട്ടില്ല ജീവിതകാലം ഞാൻ സ്വന്തം അധ്വാനിച്ചോടെ ജീവിക്കണം. ഞാൻ ജീവിക്കണമെങ്കിൽ അന്ന് ലീഡർ ആരും വരില്ല. ഇത് എന്റെ ബിസിനസ്സാണ്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിക്ക് നമ്മൾ ആവശ്യമില്ല. കമ്പനിക്ക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല. കാരണം 84 ലക്ഷത്തിലേറെ ഐഡികൾ ഇന്ന് കമ്പനിക്ക് ഉണ്ട്. ലക്ഷത്തിലേറെ ഐഡികൾ. അതിന് ഒരാൾ പോയിട്ട് കമ്പനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
പക്ഷെ നമുക്ക് കമ്പനി ആവശ്യമുണ്ട്. ഇത്രയും ഗുഡ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു കമ്പനിക്ക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല. ഇനി ലീഡർക്കോ എന്താ നമ്മള് ലീഡർക്ക് നമ്മൾ ആക്റ്റീവ് അല്ല, നമ്മൾ ലീഡറിനെ പറഞ്ഞ അനുസരിക്കുന്നില്ല കേട്ടാൽ ലീഡർ അടുത്ത ആളെ നോക്കി പോകും, അടുത്ത ടീമിനെ നോക്കി പോകും. അപ്പോൾ നഷ്ടം നമുക്കാണ്. ഇതിന് മനസ്സിലാക്കേണ്ടത് ലീഡറിന്റെ ആ കമ്പനി നമ്മൾ നോക്കണ്ട. ഓലെ കൂടെ നമ്മൾ അങ്ങോട്ട് പോലെ നമ്മളങ്ങോട്ട് ക്ഷണിക്കണുണ്ടോ, മീറ്റിങ്ങിനെ ക്ഷണിക്കണുണ്ടോ, ഓല് ക്ഷണിക്കാതിരിക്കട്ടെ, നമുക്ക് എന്താ. നമ്മളെ ബിസിനസ് നമുക്ക് പൈസ നമ്മൾ ഹെൽത്ത് നോക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടണം എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത് പലരും വിജയിക്കാത്തതിന്റെ കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ വിഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളും അവിടുത്തെ അദ്ദേഹത്തിന്റെ അംബീഷൻസും ആഗ്രഹങ്ങളും ഹെൽത്തും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കണം, കമ്പനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന്. വ്യക്തമായ നമ്മൾ പറഞ്ഞു കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു കമ്പനി, സയന്റിസ്റ്റുകൾക്ക് വേണ്ടി കോടികൾ, കമ്പനിക്ക് വേണ്ടിയിട്ട് കോടികൾ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച കമ്പനി. ആ കമ്പനി 2030 ആകുമ്പോഴേക്ക് 1000-ലേറെ പ്രൊഡക്റ്റുകൾ ഇവിടെ ഇറക്കുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഇറക്കുക തന്നെ ചെയ്യും. കമ്പനി ഇറക്കുക ചെയ്യും. ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അപ്പം നമ്മൾ കമ്പനി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മം എന്നുള്ളത്. ഈ കമ്പനി നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. കമ്പനിയുടെ മാനേജറുടെ പേര് പറയാൻ മറന്നു. കമ്പനിയുടെ പേര് സാറിന്റെ പേര് പ്രവീൺ ചന്ദ്ര എന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ചു നിങ്ങളുടെ കമ്പനിയുടെ മുതലാളിയുടെ പേരെന്താ വെച്ചാൽ പ്രവീൺ ചന്ദ്ര എന്നുള്ളതാണ് കമ്പനിയുടെ മുതലാളിയുടെ പേരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കമ്പനിയെ കുറിച്ച് ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും പഠിക്കണം. മറ്റൊന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പലരും നമ്മൾ രാവിലെ വെച്ചിട്ട് സാറേ എന്റെ കൂടെ ആരും വരുന്നില്ല, ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും പറയും നിങ്ങൾ ആളെ ചേർത്ത് തരി, എന്തുകൊണ്ട് ഇച്ച ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയുന്നതിൽ പിശകാണ്. ഒരാളോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അംഗീകരിക്കാത്ത ആരല്ലത്. എന്റെ അനുഭവം ഇപ്പൊ ഇന്നലെ 3 നാളെ പോയി കണ്ടു. ഞാൻ നമ്മൾ കാര്യങ്ങൾ പറയുന്നു, ചികിത്സ പങ്കെടുക്കുമ്പോൾ പറയുന്നു, അവർക്ക് സ്വീകരിക്കുന്നതിൽ സത്യങ്ങൾ ആരും എതിർക്കണില്ല. പക്ഷെ നമ്മളൊരു ആകാശ തന്നെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു എന്താണ് ഈ മരുന്ന് കച്ചവടം, ഇതിന്റെ പേരിൽ ഇതിന് മരുന്ന് കച്ചവടത്തിൽ ഇറങ്ങിക്കുന്നതിന് മുന്നേ പല പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ സുഹൃത്തിനോട് വെച്ചപ്പോ എനിക്ക് വല്ല സുഗന്ധ കച്ചവടം ചെയ്തൂടോ, പെർഫ്യൂമിന്റെ ഒക്കെ ചെയ്തൂടോ, എന്തിനാ അധികം ഇറങ്ങിക്കാൻ വെച്ചു. തിരിച്ചു ചോദിച്ചു എന്താണ് തെറ്റ് ചോദിച്ചു. തെറ്റൊന്നും മൂപ്പർക്ക് പറയാനില്ല. തെറ്റ് പറയാനില്ല. കമ്പനിയെ കുറിച്ച് ഒരു മൈനസ് പറഞ്ഞ സാധനമല്ല, നമ്മളെ കുറിച്ച് പറഞ്ഞോട്ടെ, നമ്മളതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ കമ്പനിയെ കുറിച്ച് ഒരാൾക്ക് മൈനസ് പറയാൻ പറ്റുന്നില്ല എന്നാണ് മറ്റു സാധനം. അപ്പൊ ജനങ്ങൾ നമ്മളിലേക്ക് ബിസിനസ്സിലേക്ക് വരാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ അവതരണം തെറ്റായിട്ടാണ്. നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് കമ്പനി ഒറ്റയ്ക്കല്ല, കമ്പനിയുടെ ഹെൽത്തിനെ കുറിച്ച് ഇതിനൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനി ഇന്ന ആഗ്രഹങ്ങളാണ്, ഇതാണ് കമ്പനിയുടെ മാനേജ്മെന്റ്, കമ്പനിയുടെ സിസ്റ്റത്തെ കുറിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം. മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞു കമ്പനിയുടെ മാനേജ്മെന്റ് സെറ്റപ്പാണ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് സെറ്റപ്പാണ്, അതുപോലെ തന്നെ പ്ലാൻ എന്നുള്ളത്. പ്ലാന് ഒരാളെ ചെന്നു പണ്ടത്തെ മാർക്കല്ലല്ലോ, ഒന്ന് ആളുകൾ നേരെ ബിസിനസ്സൊക്കെ ഇറങ്ങാൻ താല്പര്യപ്പെട്ടെടുക്കുന്നത് ഡിഗ്രിക്കാരനെയോ പ്ലസ് ടുക്കാരനെയോ തേടി പോകുമ്പോൾ അവർക്കിത് പ്ലാൻ ആവശ്യമാണ്. പ്ലാൻ ചോദിക്കുമ്പോൾ നമുക്ക് വരക്കാൻ അറിയില്ലെങ്കിലോ, നമുക്ക് പ്ലാൻ വരച്ചെടുക്കാൻ അറിയില്ല, പിന്നെ നമ്മൾ മേപ്പോട്ട് നോക്കിക്കും. അപ്പൊ നമുക്ക് തന്നെ കമ്പനിയെ കുറിച്ച് ധാരണ ഇല്ലാത്തതിന്റെ പേരിൽ പലരും നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇവിടെ മനസ്സിലാക്കാൻ നമ്മളെ കമ്പനിയുടെ പ്ലാൻ സിമ്പിൾ പ്ലാൻ ഒന്നുമില്ല. സിമ്പിൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരാളെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടതും വലതും 1000 രൂപയ്ക്ക് ഒരാൾ സാധനം വാങ്ങിയാൽ 90 രൂപ കിട്ടും. ഇനി ഒരാൾ 10,000-ന് വാങ്ങിയാൽ 1200. രണ്ടാളും 10,000-ന് വെച്ചാൽ ബിവിക്ക് ബിസിനസ് വോളിയത്തിന് സാധനം വാങ്ങുകയാണെങ്കിൽ 1200 നമുക്ക് കിട്ടും. 1,00,000-ന് രണ്ടാളും വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് 1,00,000 12,000 കിട്ടും. ഞാൻ 10 ലക്ഷത്തിന് വാങ്ങി 1,20,000 കിട്ടും. 17 ലക്ഷത്തിന്റെ BV വാങ്ങിയാൽ 17 ലക്ഷത്തിന്റെ BV എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 24 ലക്ഷത്തിന്റെ സാധനം വാങ്ങിയാലാണ് എന്ത് സംഭവിക്കുക, 17 ലക്ഷത്തിന്റെ BV കയറുക. നമ്മൾ ഒറ്റയ്ക്ക് 17 ലക്ഷത്തിന്റെ സാധനം വാങ്ങിയല്ല, 24 ലക്ഷത്തിന്റെ സാധനം വാങ്ങിയാലാണ് രണ്ട് ഭാഗത്തും സാധനം വാങ്ങിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 17 ലക്ഷം BV കിട്ടുന്നത്. 17 BV ലക്ഷം കയറിയാൽ 2,10,000 കിട്ടും. പ്ലാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മള് ഇസ്ലാമിക വിശ്വാസികളാണെങ്കിൽ ജുമാക്ക് പോണ ആ സിസ്റ്റം തന്നെ ഇതുള്ളത്. അതാ ജുമാക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ഇമാമ് നിൽക്കുന്നു, വലതു ഭാഗത്ത് ഒരാൾ വരുന്നു, ഇടതു ഭാഗത്ത് വരുന്നു, പിന്നെ വരുന്നു വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത്, ഇങ്ങനെ ഫുള്ള് ആളുകൾ ജുമാക്ക് എത്ര ആൾ കൂടുന്നു അതിന് ഇമാമിന്റെ പവർ കൂടി, ഇമാമിന്റെ കൂലി കൂടുന്നു പറയുന്നത്, ശ്രേഷ്ഠത കൂടുന്നു പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കീഴിൽ ചെറിയൊരു പള്ളിയാണെങ്കിൽ ചെറിയ ആളുകളെ ഉണ്ടാവുള്ളൂ, ചെറിയ ടീമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വലിയ ടീമാണെങ്കിൽ ITCയും WTC ഒക്കെ ആണെങ്കിൽ വലിയ ചുമക്കിൽ ആളുകൾ സെറ്റപ്പ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ആൾ എത്ര കൂടുന്നുണ്ടോ അതുണ്ട്. പ്രധാനമായിട്ട് നമ്മളിത് ഞാൻ മനസ്സിലാക്കിയത് റീറ്റെയിൽ ചെയ്ത് ഇങ്ങനെ വിറ്റ് അതിന് വരുമാനം ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് റിക്രൂട്ട്മെന്റ് ആണ് നല്ലത്, ഏറ്റവും നല്ലത്.
യൂണിലിവറിന്റെ സാധനങ്ങളാണ്, അത് പിന്നെ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സാധനങ്ങൾ അധികം നമ്മളെ പെരിയിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളെ പെരിയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ പ്രവർത്തനം ചെയ്താൽ മതി. എന്താണ്? നമ്മൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക. അവരോട് പറഞ്ഞാൽ മതി, നമ്മള് പേസ്റ്റ് എന്തായാലും ഉപയോഗിക്കുന്നുള്ളൂ, നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കുക, നമ്മള് ഹെർബൽ പേസ്റ്റ് ഉണ്ട്, നല്ല പേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഇതിനെക്കുറിച്ച് വ്യക്തമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ചെയ്യേണ്ട, നമ്മള് കുറെ നെഗറ്റീവ് പറയും, കമ്പനിയെ കുറിച്ച് വില കൂടുതലാണ് അതാണ് ഇതൊക്കെ പറയും. വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മളെ കവചപ്രാശത്തിനെ കുറിച്ച് പഠിക്കുന്നു, 34 ഇൻഗ്രീഡിയൻസ് ആണ് അതിലുണ്ട് എന്ന് പറയുന്നത്. 34 ഇൻഗ്രീഡിയൻസ്. ആ സാധനങ്ങളൊക്കെ കടയിൽ പോയിട്ട് ഒരാൾ സാധനം വാങ്ങി, ആ സാധനമൊക്കെ വാങ്ങി ഓരോരു ഉരുളിലൊക്കെ ഇട്ട് ഇത് എന്താക്കി മാറ്റി, ചവണപ്രാശം കഴിഞ്ഞാൽ എത്ര റുപ്യ ആകും? സാധാരണ ഒരു കവചപ്രാശം 34 ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് പോയി കടയിൽ പോയി 100, 200, 300 വാങ്ങി ഓരോരു ചമ്പട്ടിയിലിട്ട് ഇളക്കിയിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര റുപ്യ ആവും? അത് നമ്മൾ വളരെ എല്ലാം ഒരുക്കി കൊടുത്തൊരു പാത്രത്തിലാക്കി കൊടുക്കണം. അതിന് നമ്മൾ വാങ്ങുന്ന എത്ര? 1400 റുപ്യ. എത്രയോ വില കൊടുക്കുള്ള സാധനം. അത് നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു തെറ്റ്. അപ്പൊ പ്ലാനിനെ കുറിച്ച് ഇതാണ്. നമ്മുടെ പ്ലാനിങ് കമ്പനിയോട് ആരെയും ചോദിച്ചാൽ ബൈനറി പ്ലാനിങ് ആണ്. ബൈനറി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെയ്യുന്ന അനുസരിച്ച് പോകും. പണ്ടത്തെ പല തെറ്റായ പ്ലാനുകളുണ്ട്, അത് നല്ലത്. ഇന്ന് മറ്റൊന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിൽ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സമയം നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ആരെതിൽ ചേർക്കാൻ പറ്റും, ആര് ചേർക്കാൻ പറ്റും, അത് എന്തൊക്കെ ഇതാക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് നമ്മൾ ഒഴിഞ്ഞിരുന്നിട്ട് ആളെ പോയി കാണാൻ വ്യക്തമായി പഠിപ്പിക്കുക. പിന്നെ മർമ്മമായ ഒന്നാണ് എന്റെ ലീഡർ മാബു സാർ എന്നെ കാണിച്ചു തരുന്നതാണ്, നിരന്തരം ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. രാവിലെ ഒരു ശല്യപ്പെടുത്തൽ, ഉച്ചക്ക് ഒരു ശല്യപ്പെടുത്തൽ, വൈകുന്നേരം ഒരു ശല്യപ്പെടുത്തൽ, ഇങ്ങനെ ശല്യപ്പെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം ഫോണിലൂടെ കൊണ്ടുപോകും, ആരെ കാണുകയും അങ്ങനെ കേട്ടിട്ടാണ് ഇതിലേക്ക് ഒരു താല്പര്യം തന്നെ വന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം മനസ്സിലാകുന്നത് ഇന്റെ ബിസിനസ് ആണ്. ഇന്റെ ബിസിനസ് ആണെങ്കിൽ രാത്രി ഉറക്കത്തിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു കച്ചവടം ചെയ്താൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പലചരക്ക് ആൾക്കാർ രാവിലെ 6 മണിക്ക് തുറക്കുന്നു, 7 മണിക്ക് തുറക്കുന്നു, രാത്രി 10 മണി വരെ. ഒരാളോടും പരാതി പറയുന്നില്ല. നമ്മൾ ലീഡ് ഒരു മീറ്റിങ്ങിന് വിളിച്ച് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കയറൂല, നമുക്ക് നഷ്ടം. GTSന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടം. കാരണം നമ്മളെ ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നു, ലീഡറിന്റെ ബിസിനസ്സും നമ്മൾ കൊണ്ടുവന്നതൊക്കെ അടിച്ചു കയറി പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്. സ്വപ്നം ഒരാഗ്രഹമാണ്. ആഗ്രഹം ഇല്ലെങ്കിൽ ഒരാൾ മുന്നോട്ട് പോകില്ല. പിന്നെ മടിയന്മാർക്ക് പറ്റിയ സാധനമല്ല ഈ ബിസിനസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ രാത്രി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ടാകും. എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്ക് നഷ്ടപ്പെടേണ്ടി വരും. നഷ്ടപ്പെട്ടാൽ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു 5 കൊല്ലം നമ്മൾ ഉറക്ക് വെച്ചോ, പിന്നെ 50 കൊല്ലം സുഖമായിട്ട് ഉറങ്ങാൻ എന്നുള്ളതാണ് ബിസിനസ്സുകാരന്റെ മൈൻഡ് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ മൈൻഡ് സെറ്റ് മാറണം. ഇന്ന് പണിയെടുത്താൽ ഇന്ന് പൈസ കിട്ടൂല. ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡിലേക്ക് നമ്മളെ ചിന്ത മാറണം. ഞാൻ ഒരു ബിസിനസ്സുകാരൻ, അപ്പൊ ആ ലെവലിലേക്കേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതായത് ഇന്നൊരു മരം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഗംഗാബോർഡിന്റെ ഒരു തെങ്ങ് കുഴിച്ചിട്ട് ഇന്ന് കുഴിച്ചിട്ടാൽ നാളെ തന്നെ വിള കിട്ടില്ലല്ലോ. ഏറ്റവും കുറഞ്ഞ കാലത്ത് കായ്ക്കുന്ന തെങ്ങാണ് ഗംഗാബോർഡിന്റെ ആ ചെറിയ തെങ്ങ്. ആ തെങ്ങ് വെച്ചിട്ട് മിനിമം 2 കൊല്ലം 3 കൊല്ലം വേണം. ആ ഒരു 3 കൊല്ലം മാത്രം മതി ഈ കമ്പനിയിൽ. 3 കൊല്ലം ആത്മാർത്ഥമായിട്ട് ഇതിൽ പ്രവർത്തിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ, എന്റെ ഒരു വിശ്വാസം. പ്രിയമുള്ളവരെ, പിന്നെ നമ്മുടെ കമ്പനി എവിടെ എത്തിയിട്ടില്ല. 12 കൊല്ലമായി, ഒരു വ്യാഴവട്ടക്കാലം ഈ കമ്പനി നിലനിൽക്കുന്നു. 12 കൊല്ലം ആയപ്പോൾ തന്നെ നമ്മുടെ കമ്പനി വിജയിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനിയാണ്. കമ്പനിയുടെ സ്വപ്നം ഗ്ലോബലി എന്നാണ്, ലോകം വേൾഡിൽ അറിയപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, യൂസുഫ് അലി സാർ ഇടക്കിടക്ക് പറയും 46 കൊല്ലം കൊണ്ടാണ് ഇന്ന് കാണുന്ന യൂസുഫ് അലി എന്ന ലെവലിലേക്ക് എത്തിയത്. 46 കൊല്ലം എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ലുലു മാളിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകയാണെങ്കിൽ, ഒരു നിസ്സാരം 12 കൊല്ലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഒട്ടാതെ അറിയപ്പെട്ട ഒരു കമ്പനി നമ്മളെ കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ 2030 ആകുമ്പോഴേക്ക് ലോകത്ത് അറിയപ്പെടുന്ന കമ്പനി. അപ്പൊ ആ കമ്പനിയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ആർക്ക് നഷ്ടം ചോദിച്ചാൽ നമുക്ക് തന്നെ നഷ്ടം. നമ്മൾ ഈ രാവിലെ കേട്ട സമയം നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ്. ഈ രാവിലെ ഇത്രയും നല്ല സമയം ഇതിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വിജയിച്ചിട്ട് ലാഭം കൊയ്തിട്ടേ മടങ്ങാവൂ. ലാഭം കൊയ്യാതെ ഇതിനൊന്നും ഒരാളും പിരിയാൻ പാടില്ല. പിന്നെ ഒന്നാണ് കൺസിസ്റ്റൻസി, നിലനിൽപ്പ് വേണം. ഒരുപാട് ചിലപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ചെലവുകളെ ഉണ്ടാവുള്ളൂ. പ്രൊഡക്റ്റ് വാങ്ങി കൂട്ടുന്നു, എണ്ണടിച്ച് ആൾക്കാരെ കാണാൻ പോകുന്നു, മറ്റൊരു പ്രൊഡക്റ്റ് വന്നിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെലവുകളുണ്ടാവും. പക്ഷെ ഈ ചെലവൊക്കെ നമ്മൾ വീട്ടിയെടുക്കണം. ഈ ചെലവ് ഞാൻ വീണ്ടെടുക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടി, നിലനിൽപ്പോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയം ഉണ്ടാകുമെന്നാണ് എന്റെ ഈ കുറഞ്ഞ മാസത്തിനുള്ള എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
നമ്മളെ കമ്പനി എവിടെ എത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ചോദിക്കുന്നതോടൊന്നും ആർക്കും അറിയില്ല, കമ്പനി ആർക്കും അറിയില്ല. നമ്മൾ പറയും ഇയാളെ എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇന്നലെ കാണാൻ പോയ ഒരാളോട് ചോദിച്ചപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ബിസിനസ് യുവാക്കളാണ്, ചെറുക്കന്മാർക്ക് വരെ ഒന്നും അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യുവതലമുറയിലേക്ക് പോവുക. യുവതലമുറയാണെങ്കിൽ പെട്ടെന്ന് പ്ലാൻ മനസ്സിലാകും. ഓരോട് പറയാ, പ്ലാൻ വരച്ചു കൊടുക്കുക, ഇങ്ങനെ അവസരം ഉണ്ട്, എനിക്ക് പങ്കെടുക്കാം, 5-5 പൈസ നമ്മൾ വാങ്ങുന്നില്ല, മണി ചെയിനുള്ള തട്ടിപ്പല്ല, പ്രൊഡക്റ്റ് സാധാ ബിസിനസ് ആണെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിൽ വന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ്. ഫോളോ അപ്പ് എന്നല്ല മറന്നു ഫോളോ അപ്പ് ഒരാളെ ചേർത്തി ഓന്റെ ബിസിനസ് ആണ് നമ്മളത് എത്തിച്ചു കൊടുത്തിക്കണ്, അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിക്കണ്, അതുകൊണ്ട് ഓൻ ചെയ്തോട്ടെന്നല്ല. ഫോളോ അപ്പ് ഉണ്ടോ എന്നാലേ വിജയിക്കുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഏറ്റവും എത്തിപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല കമ്പനിയിലാണ്, ഏറ്റവും നല്ല മാനേജ്മെന്റ് ആണ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ്, ഏറ്റവും നല്ല പ്ലാനിങ് ആണ്, ഇതെല്ലാം ഉള്ള ഒരു കമ്പനി എത്തിപ്പെട്ടിട്ടുണ്ട്. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് തെരഞ്ഞെടുത്ത എന്റെ സുഹൃത്തും അതുപോലെ തന്നെ എന്റെ വൈകാട്ടിയുമായ മഹബൂബ് ഉസ്താദിനെ ഈ സമയത്ത് ഓർക്കും. അതുപോലെ തന്നെ ഈ ബിസിനസ്സുകളെ പരിചയപ്പെട്ട് പിന്നെ എന്റെ ഒരു മാർഗദർശിയും എന്റെ വലിയ വലിയ സ്വപ്നങ്ങൾക്ക്, വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ വഴിയൊരുക്കിയ നമ്മുടെ ഹമീദ് ഉസ്താദ്, അതുപോലെ തന്നെ ഏത് സമയത്ത് എപ്പോ മെസ്സേജ് വിട്ടാലും വിളിച്ചാലും ഹബീബി എന്ന സ്നേഹത്തോടു കൂടി നമ്മളെ സംസാരിക്കുന്ന പ്രിയ ചെറുകൂർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മർ ഉസ്താദ്, എന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്, എന്റെ ടീമിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ എണ്ണ അടിച്ച് 5 പൈസ തിരിച്ചു കൊടുക്കാതെ പോകുന്ന, എണ്ണ അടിച്ച് ചെലവഴിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ എല്ലാമെല്ലാമായ ഉമ്മർ ഉസ്താദിന്റെ 2 പൂക്കളായ സ്വതക്കുള്ള സാറും അതുപോലെ തന്നെ ഉവൈസുൽ കാർണി, ഇവരൊക്കെ നമ്മൾ ഐഡിയ എടുക്കാൻ സഹായിച്ചിട്ടും ഐഡിയ എടുക്കാൻ പഠിപ്പിച്ചതും KYC എങ്ങനെ ചെയ്യണൊക്കെ പഠിപ്പിച്ചവരാണ്. എന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഇന്നെ സഹായിച്ചവരാണ്. ഇവരെല്ലാവരും ഈ സമയത്ത് ഞാൻ നന്ദിയോട് കൂടി ഓർക്കുന്നു. പ്രിയമുള്ളവരെ, പഠിക്കുക, പറയുക, പ്രവർത്തിക്കുക. ജയ് ഹിന്ദ്, ജയ് മോഹൻ ലൈഫ് സ്റ്റൈൽ.